മേക്കപ്പ് രംഗത്ത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് രഞ്ജു രഞ്ജിമാർ. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി പേരെടുത്ത രഞ്ജുവിന് സിനിമാ ലോകത്ത് നിരവധി സൗഹൃദങ്ങളുമുണ്ട്. ഭാവന, പ്രിയാമണി, മമത മോഹൻദാസ് തുടങ്ങിയവരെല്ലാം രഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രഞ്ജുമാർ മടിക്കാറില്ല. ഇതിൻ്റെ പേരിൽ ശത്രുക്കളുണ്ടെന്നും രഞ്ജു പറയാറുണ്ട്. നേരത്തെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ രഞ്ജു രംഗത്ത് വന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴത്തെ തൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജിമാർ. കുറേ വർഷം കുട്ടികളില്ലാതിരുന്ന ശേഷമാണ് അമ്മ ചേച്ചിയെ പ്രസവിച്ചത്. അതിൻ്റെ പേരിലാണ് അമ്മ അച്ഛൻ്റെ വീട്ടിൽ നിന്നും പോന്നത്. എൻ്റെ അച്ഛൻ്റെ കുടുംബം ആരാണെന്ന് പോലും അറിയില്ല. കൊല്ലത്തൊരു ഷോപ്പിൽ ഒരുമിച്ച് നിന്നാൽ പോലും അറിയില്ല. അമ്മയുടെ ബന്ധുക്കളെ അറിയൂ. എൻ്റെ ചേച്ചി ജനിച്ച ശേഷം പിന്നീട് ചേട്ടൻ ജനിച്ചു, പിന്നെ ഒരു ചേട്ടൻ ജനിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു പെണ്ണാകണമെന്ന്. പക്ഷേ ശാരീരികമായി ആണായി ജനിച്ചെങ്കിലും മാനസികമായി സ്ത്രീയായാണ് ഞാൻ വളർന്നത്. എൻ്റെ ചേച്ചി പീരിയഡ്സ് ആയ സമയത്ത് അന്നത്തെ കാലത്ത് അത് വലിയ ആഘോഷമാണ്. 7 ദിവസം സൂര്യനെ കാണാതെ വീട്ടിനകത്തിരിക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പുറത്ത് കൊണ്ടുപോയി കുളിപ്പിക്കും, മുറിയിലിരുത്തും. ആ മുറിയിലേക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പക്ഷേ ഞാൻ മുഴുവൻ സമയവും ആ മുറിയിലായിരുന്നു. 7 ദിവസം കഴിഞ്ഞ് മുറ്റത്ത് പന്തലിട്ട് ചേച്ചിയെ പട്ടുപാവാടയും ബ്ലൗസും ഇടിയിക്കും. ബന്ധുക്കൾ വന്ന് സ്വർണ്ണമൊക്കെ കൊടുക്കും. എന്നെയും കുളിപ്പിച്ച് പട്ടുപാവാട ഇടിയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അലറി. അവസാനം ആരുടെയോ പട്ടുപാവാട എന്നെയും ധരിപ്പിച്ചു. അങ്ങനെ ഒരു ലൈഫായിരുന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റലേ എന്ന് ഞാൻ ദൈവത്തോട് കെഞ്ചിയ ഒരേ ഒരാൾ ചേച്ചിയായിരുന്നു. അത്രയ്ക്ക് അടുപ്പമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞങ്ങളുടെ അടുപ്പം ഇല്ലാതായെന്നും രഞ്ജു പറയുന്നു. സഹോദരൻ്റെ ഉപദ്രവം കാരണം താൻ 18-ാം വയസ്സിൽ വീട് വിട്ടു പോയതെന്നും രഞ്ജിമാർ പറഞ്ഞു. ന്യൂമോണിയ വന്നാണ് തൻ്റെ ചേച്ചി മരിച്ചതെന്നും രഞ്ജു വ്യക്തമാക്കി. സങ്കടമുള്ള കാര്യം, ചേച്ചി മരിക്കുന്ന ദിവസം ഞാൻ വീട്ടിലുണ്ട്. ചേച്ചി നടന്നാണ് കാറിൽ കയറിയത്. നടന്നു പോയ ആളാണ്. ഇത്രയും സൗകര്യങ്ങൾ വന്നിട്ടും എൻ്റെ ചേച്ചിയെ കൊണ്ടുവന്ന് നിർത്തി അത് ആസ്വദിപ്പിക്കാൻ ഭാഗ്യമുണ്ടായില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേസമയം 10 ദിവസത്തെ ലീവ് കിട്ടിയാൽ ചേച്ചിയുടെ 2 മക്കളും തൻ്റെ കൂടെയാണെന്നും രഞ്ജിമാർ പറഞ്ഞു.